എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. സെപ്റ്റംബർ 30-ന് മുമ്പ് അല്ലെങ്കിൽ ഒക്ടോബർ 1-ന് മുമ്പ് ചെയ്തു തീർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുണ്ട്. ഇത് ചെയ്തിട്ടില്ല എങ്കിൽ PM കിസാൻ സമ്മാൻ നിധി, സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ, റേഷൻ എല്ലാം മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഈ അറിയിപ്പുകൾ ശ്രദ്ധിക്കുക, മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് സെപ്റ്റംബർ മാസം അവസാനിക്കാൻ പോവുകയാണ്. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ് കടന്നു പോകുന്നത്. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് വാർഷിക മസ്റ്ററിങ്ങിന് അനുവദിച്ചിട്ടുള്ള സമയപരിധിയാണ് ഈ മാസം 30-ാം തീയതി അവസാനിക്കുന്നത്. കഴിഞ്ഞ 24-ന് അവസാനിക്കേണ്ട സമയപരിധി ഒരു മാസം കൂടി ദീർഘിപ്പിച്ച് നൽകുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഈ ഒരു സമയം നീട്ടി നൽകാനുള്ള സാധ്യതയില്ല. 2023 ഡിസംബർ 31-ന് മുമ്പ് പെൻഷൻ അനുവദിച്ച് കിട്ടിയിട്ടുള്ള എല്ലാ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളും മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ്. ഈ കാലയളവിൽ മസ്റ്ററിംഗ് പരാജയപ്പെടുന്ന ആളുകൾ ലൈഫ് സർട്ടിഫിക്കറ്റും സമർപ്പിക്കേണ്ടതാണ്. എന്നാൽ മാത്രമേ തുടർന്നങ്ങോട്ട്, അതായത് ഒക്ടോബർ മാസം മുതൽ വിതരണം ചെയ്യുന്ന പെൻഷൻ ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ പെൻഷൻ മുടങ്ങാതിരിക്കാൻ ഈ മാസം 30-ാം തീയതിക്ക് മുമ്പ്, അതായത് 3 ദിവസത്തിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിക്കുക. മറ്റൊന്ന്, റേഷൻ കാർഡ് EKYC മസ്റ്ററിംഗ് ആണ്. EKYC മസ്റ്ററിംഗ് 1-ാം തീയതി വരെയാണ് സംസ്ഥാനത്തെ 7 ജില്ലകളിൽ പറഞ്ഞിരിക്കുന്ന സമയം. തിരുവനന്തപുരം ജില്ലയിൽ ഉള്ളവർക്കുള്ള സമയം അവസാനിച്ചു. അവർക്ക് ഇനി ചെയ്യണമെങ്കിൽ മറ്റൊരു ജില്ലയിൽ പോയി ചെയ്യേണ്ടി വരും. എല്ലാ ജില്ലക്കാർക്കും ഏത് ജില്ലകളിലെ റേഷൻ കടയിൽ പോയിട്ട് വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ മസ്റ്ററിംഗ് ആണ്. 1-ാം തീയതി വരെയാണ് അതിന് സമയമുള്ളത്. അതിനുള്ളിൽ എല്ലാവരും അതാത് റേഷൻ കടകളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്ത റേഷൻ കടകളിലോ എത്തിക്കൊണ്ട് EKYC മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള മഞ്ഞ, പിങ്ക് റേഷൻ കാർഡുകാരുടെ ആനുകൂല്യങ്ങൾ തുറന്നങ്ങോട്ട് ലഭിക്കുകയുള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, PM കിസാൻ സമ്മാൻ നിധി കേന്ദ്ര സർക്കാർ നൽകുന്ന ഏറ്റവും വലിയ ധനസഹായ പദ്ധതിയാണ്. ഈ പദ്ധതിയിലെ 18-ാം ഗഡുവിന്റെ തുക വിതരണ തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ വിതരണത്തിന് മുമ്പ് കഴിഞ്ഞ ഗഡുക്കൾ മുടങ്ങിപ്പോയിട്ടുള്ള ആളുകളോടെല്ലാം EKYC ചെയ്യുന്നതിന് വേണ്ടി വെബ്സൈറ്റിൽ തന്നെ അറിയിപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഗഡു മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടി ഇത് ചെയ്യുന്നതിനുള്ള സമയവും വളരെ ചുരുക്കമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ആ ഒരു കാര്യം കൂടി ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊന്ന് ഗ്യാസ് EKYC ആണ്. പക്ഷേ അതിന് ഈ ഒരു പെട്ടെന്ന് ചെയ്യണം എന്ന് ഇല്ല, അത് ഈ ഒരു സമയം കഴിഞ്ഞാലും ചെയ്യാവുന്നതുമാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഈ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ ഈ കാര്യങ്ങൾ പൂർത്തീകരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടാതെ ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യം പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ബാങ്ക് അക്കൗണ്ടിൽ ആധാർ CD നടത്തിയാൽ മാത്രമേ ഈ ഒരു തുക ലഭിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആ കാര്യം എല്ലാ ആളുകളും ചെയ്യണം. മറ്റൊന്ന് EKYC ആണ്. ഇനിയുള്ള കുറച്ച് ദിവസത്തിനുള്ളിൽ ഈ തുക മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടി എല്ലാവരും EKYC നടപടികൾ പൂർത്തീകരിക്കണം. കഴിഞ്ഞ ഗഡുക്കൾ മുടങ്ങിയിട്ടുള്ളവർ EKYC നടപടികൾ പൂർത്തീകരിക്കണം എന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ദൂരേക്ക്.